ഞാന് നമ്മുടെ ഈ തുഞ്ചത്ത് എഴുത്തച്ഛൻ കേരള സർവകലാശാലയുടെ മുൻപിൽ ഇന്ന് 12-ാം ദിവസം നമ്മുടെ അനഘമോൾക്ക് നീതി കിട്ടിയില്ല. ഇന്ന് തിരുവോണ ദിവസം കേരളീയരെല്ലാം തിരുവോണ നാളില് ഓണാഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് സത്യത്തില് ഓണം ആഘോഷിക്കാൻ മനസ്സ് വന്നില്ല. ഞാൻ കുടുംബമായിട്ട് കോട്ടയത്തു നിന്ന് വരികയാണ്. ഞാൻ എല്ലാ പ്രാവശ്യവും ഓണം ആഘോഷിക്കുകയും മറ്റുള്ള ഓണാഘോഷത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ്. പക്ഷേ കഴിഞ്ഞ ദിവസമൊക്കെയും ഈ സമരത്തിന്റെ ഭാഗമായിരുന്നിട്ട് ആ കുട്ടിയുടെ നീതി നിഷേധിക്കപ്പെട്ട ഈ മലയാളം സർവകലാശാലയുടെ സമീപനത്തിൽ പ്രതിഷേധം അർപ്പിച്ചുകൊണ്ട് ഈ പ്രാവശ്യത്തെ ഓണം ഞങ്ങൾ ബഹിഷ്കരിക്കുകയാണ്. വേണ്ടെന്ന് വെക്കുക, ബഹിഷ്കരണം മീൻസ് വേണ്ടെന്ന് വെക്കുകയാണ്. കാരണം ഈ കുട്ടിക്കെതിരെ അട്രോസിറ്റി ആക്ട് പ്രകാരമുള്ള തെറ്റ് ചെയ്തിട്ടും ഇവിടെ ഒരു അധ്യാപകനെയും കൂടെ പഠിക്കുന്ന കുട്ടിയും റാഗ് ചെയ്തിട്ട് പോലും ആ കുട്ടിക്ക് നീതി കിട്ടാത്ത സാഹചര്യത്തിൽ അങ്ങനെയാണ് ഈ ഒരു സമരപന്തൽ നിരാഹാരം ഇന്ന് രാവിലെ മുതൽ ഞങ്ങൾ തുടങ്ങിയിട്ടത്. കേരള വെട്രിക്കഴകം KVKയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ചുമതല വഹിക്കുന്ന ഞാൻ ഇന്ന് ഞങ്ങൾ കോട്ടയത്തു നിന്ന് കടന്നു വന്നിട്ട് ഈ സമരം തുടങ്ങുകയാണ്. ജാതീയതയുടെ ഈ ജാതി വിവേചനം പല സ്വഭാവത്തിലാണ് ഇവിടെ കൃത്യമായ രീതിയിൽ അത് പ്രസന്റ് ചെയ്യുന്നത്. കണ്ടാൽ മനസ്സിലാകത്തില്ല ഇത് ജാതി വിവേചനമാണെന്ന്. പക്ഷെ കൂടെ പഠിക്കുന്ന കുട്ടി ബാത്റൂമില് കഴിയിപ്പിക്കുകയും തൂപ്പുജോലി ചെയ്യിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഈ കുട്ടിയെ മാസങ്ങളായിട്ട് പീഡിപ്പിക്കുകയാണ്, മാനസികമായി ശാരീരികമായി. കൂടാതെ ഈ കുട്ടിയുടെ സഹോദരിയാണ്, ആ ക്യാമറ തിരിച്ചാൽ കാണാം, അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠത്തെയും സമരത്തിന് നീതി കിട്ടണമെന്ന് പറഞ്ഞ് അനിയത്തിയുടെ കൂടെ ചേർന്നിട്ടുണ്ട്, അമ്മയുണ്ട്. ഈ കേരള സമൂഹത്തിൽ തന്നെയുമല്ല, ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ വീട് ഇവിടുന്ന് ഒരു കിലോമീറ്റർ പോലും ഇല്ല. ആ മന്ത്രി സമയം വരെയും ഈ ഒരു പന്തൽ സന്ദർശിക്കാനോ ഇതിന് പരിഹാരം വരുത്തി ചെയ്തിട്ടില്ല. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ജോജി ജോൺ ആണെന്ന് തോന്നുന്നു, റോജിയോ, പേര് നമുക്കറിയില്ല. ഈ റോജി ജോണ് വീഡിയോ വഴി ഇദ്ദേഹത്തോട് സംസാരിച്ചു. ഒരു അട്രോസിറ്റി ആക്ട് പ്രകാരം തെറ്റ് ചെയ്ത യൂണിവേഴ്സിറ്റിയിൽ ഇതെന്താണെന്ന് അന്വേഷിക്കാൻ പോലും ഈ ഓണനാളിൽ ഈ ഒരു കുട്ടി ഇവിടെ കിടന്നിട്ട് പോലും ഇവിടുത്തെ MLA-മാരോ മന്ത്രിമാരോ ജനപ്രതിനിധികളോ ഒന്നും ഇവിടെ വന്നില്ല. തന്നെയല്ല, ഈ ജാതീയത, വർഗീയത, ജാതീയത ഉന്നത വിദ്യാഭ്യാസ മേഖലകളിൽ വളരെ മോശമായിട്ട് ആകുകയാണ്. തന്നെയല്ല, ഇവിടുത്തെ രജിസ്ട്രാർ, ഇവിടുത്തെ സർവകലാശാല രജിസ്ട്രാർ ആയാലും അല്ലെ വൈസ് ചാൻസലർ ആയാലും വകുപ്പ് മന്ത്രി ആയാലും MLA-മാരായാലും പോലീസ് വകുപ്പായാലും അല്ലെങ്കിൽ പട്ടികജാതി വകുപ്പായാലും ഈ കുട്ടിക്ക് നീതി കൊടുക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടിരിക്കുക. അതുകൊണ്ടാണ് ഈ ഈ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ഈ കുട്ടി പോലും നമുക്ക് വേണ്ടി സ്വന്തം അനിയത്തിക്ക് വേണ്ടി സമരം ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ എത്തിച്ചു വന്നിരിക്കുന്നത്. ഇന്നിപ്പോ നിങ്ങൾ കാണ്, ഞങ്ങളും ഈ ഓണത്തിന് വന്നെങ്കിലും അതിനേക്കാൾ വേദന ഉണ്ടായത് എനിക്കിതാണ്. ഈ കുട്ടി ഈ മഴയത്ത്, ഈ കൊടും മഴയത്ത് ഈ വീൽ ചെയറിലിരുന്ന് അനിയത്തിയുടെ നീതിക്ക് വേണ്ടി കീഴുകയാണ്. നിങ്ങൾ കണ്ണ് തുറന്ന് കാണും, കേരളത്തിലുള്ളവരെല്ലാം കണ്ണ് തുറന്ന് കാണണം. ഓണമൊക്കെ ആഘോഷിച്ചോ, പ്രശ്നമില്ല. പക്ഷെ നമ്മുടെ ഒരു കുഞ്ഞ്, നമ്മുടെ ഒരു പെങ്ങള്, നമ്മുടെ ഒരു മകള് ഇങ്ങനെ നീതിക്ക് വേണ്ടി വിലപിക്കുമ്പോൾ ഇത് കണ്ടില്ലെന്ന് നടിക്കുക മാത്രം ചെയ്യില്ല. അത് മാത്രമേ എനിക്ക് ഈ സമയത്ത് പറയാനുള്ളൂ. ഓക്കെ.